ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസം റെസിപ്പി ആയിട്ടാണ്. നുറുക്ക് ഗോതമ്പ് പായസമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും റേഷൻ കടയിൽ നിന്ന് ഫ്രീ കിറ്റ് കിട്ടുന്നുണ്ട്. ആ കിറ്റിൽ നുറുക്ക് ഗോതമ്പിൻ്റെ പാക്കറ്റും കൂടിയുണ്ട്. അപ്പോൾ ആ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയിട്ടുള്ള റേഷൻ കിറ്റിലെ നുറുക്ക് ഗോതമ്പ് പാക്കറ്റ്. അപ്പോൾ ഇതിൽ നിന്നും 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുന്നുണ്ട് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഇപ്പോൾ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2 ക്യാരറ്റാണ്, 2 വലിയ സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിച്ച് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം. കുക്കറിലാണ് പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ കറിയൊക്കെ വെക്കുന്ന കുക്കറാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ കുക്കറിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം അതേ നെയ്യിലേക്ക് നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാവും. രണ്ട് ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതിയാവും. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചിട്ട് നുറുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കാം. 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ കുക്കർ തുറക്കാനൊന്നും പോവരുത്. കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ടും പോയതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് നുറുക്ക് ഗോതമ്പ്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നുറുക്ക് ഗോതമ്പ് 2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമില്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ കാച്ചിയെടുത്ത പാൽ, ചൂടാക്കിയ പാൽ തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത പാലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഒന്ന് തിളച്ച് വരട്ടെ. പായസം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ടും കിസ്മിസൊക്കെ ചേർത്തിട്ട് പായസം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ കുടിക്കാം. പക്ഷെ ഞാനിവിടെ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ക്യാരറ്റാണ്. ക്യാരറ്റ് നേരത്തെ വേവിച്ചെടുത്ത ക്യാരറ്റ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്. അപ്പോൾ ക്യാരറ്റ് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റ് കയ്യിലില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വൈറ്റ് പായസം, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈറ്റ് പായസം കുടിക്കാം. ക്യാരറ്റ് കൂടെ ചേർത്താൽ നല്ല ഓറഞ്ച് പായസം. അപ്പോൾ രണ്ടും 2 ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ക്യാരറ്റ് ആദ്യമേ വേവിച്ചെടുത്തതുകൊണ്ട് അധിക സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവും. ഇനി നമുക്കൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പശുവും പാൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ക്യാരറ്റിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് മാത്രം ചേർത്തതാണ്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്താൽ തിളപ്പിക്കാൻ പാടില്ല, ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റായിട്ട് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ നുറുക്ക് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്.
നുറുക്ക് ഗോതമ്പും ക്യാരറ്റും വെച്ചിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ എന്നെ അറിയിക്കുകയും വേണം. നമ്മുടെ ചാനലിലെ മറ്റ് പായസം റെസിപ്പീസും കൂടി ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഈസി ടേസ്റ്റി വെറൈറ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്